കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ശരിക്കും അമ്മ വന്നായിരുന്നോ? അമ്മ എന്താ പോയിട്ട് മുന്നറിയിപ്പില്ലാണ്ട്? ഞാൻ കത്തയച്ചിട്ട് വരാടി. പിള്ളേരെന്തി? അവരെ എവിടെയോ കളിക്കുന്നുണ്ട്. അമ്മയെ ശംഭുവേ. കളി മാത്രമേ കാണുള്ളായിരിക്കും. ഞാൻ വിളിക്കാവേ, പിന്നെ വിളിക്കാം. ആരടി ഫോണില്? കൂട്ടുകാരി അമ്മ. അമ്മ അമ്മ ഇത്ര പെട്ടെന്ന് വന്നാ? അതെന്താടി ഞാൻ വന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അമ്മ അങ്ങനെ സംസാരിക്കുന്ന ഞങ്ങളുടെ അമ്മയ്ക്ക് സ്നേഹമുള്ളതാണ് ഇത്ര നാൾ അവിടെ പോയിന്ന. എന്റെ പൊന്നു കുഞ്ഞ്, നിങ്ങളുടെ അച്ഛൻ ഇനി കടുവാ പുലി എന്ന് പറഞ്ഞ ഓരോ കോലം കെട്ടാൻ പോകാതിരിക്കാൻ അമ്മ കുറച്ച് ദിവസം മാറി നിന്നല്ലേ? അമ്മയ്ക്ക് അറിയാമോ, ഞങ്ങള് കാര്യങ്ങളൊന്നും നോക്കാം ഇവിടെ ആരും ഇല്ലായിരുന്നു. നിനക്ക് എന്താ പിള്ളേരുടെ കാര്യം നോക്കിയാലോ? പിന്നെ പല്ലി ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യം പോലും നേരം കൊണ്ട് നോക്കാൻ അറിഞ്ഞൂടെ. എന്നിട്ടല്ലേ ഞങ്ങളുടെ എന്താ നിങ്ങളെന്താ ഇല്ല കുഞ്ഞുങ്ങളാ നിങ്ങളുടെ കാര്യം നോക്കേ? കണ്ടമ്മ നമ്മള് സംസാരിക്കുമ്പോ തിരിച്ച് ഇങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചെന്ന് വിചാരിക്കാം, കേക്ക് പോലില്ല, ഏ സമയം മൊബൈലില്ല. നീ എപ്പോഴാണ് എന്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചത്? ഞാൻ എപ്പോഴാ ഏത് സമയം മൊബൈലില് ചോദിച്ചത് പോലും കേട്ടില്ല. എന്റെ ദൈവമേ, നീ അത്യാവശ്യം വലുതായി കേട്ടോ. നിനക്ക് ഈ പിള്ളേരുടെ കാര്യങ്ങളും കൂടെ വേണ്ടതുപോലെ നോക്കാനുള്ള പ്രായമൊക്കെ ആയേ. പിന്നെ ഫോൺ കുറച്ച് കൂടുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛനെന്തേ? വീടിൻ്റെ അകത്താണ് കഞ്ഞിയും കറി വെച്ച് കളിക്കുന്നത്. തള്ളയെ വിളിക്കാൻ പറഞ്ഞിട്ട് കേൾക്കണ്ട. അവൾക്ക് വല്ലതും അറിയണം. എന്നാ ഒന്നും ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് വിളിച്ച് ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല. എനിക്കറിയായിരുന്നു ഞാൻ വിളിച്ചാൽ നീ വരുമെന്ന്. എങ്ങനെ സോറി പറയണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരിക്കും. പക്ഷേ മുടിയിൽ കളറൊക്കെ ചെയ്താ കൊള്ളാം, നന്നായിട്ട്. ഇത്രയും ദിവസം എങ്ങനെ മാറിയിരിക്കാൻ തോന്നി? പക്ഷേ എന്നെ കാണണമെന്ന് തോന്നിയില്ലേ? സത്യത്തിൽ പിള്ളേർക്കല്ല വിഷമം, എനിക്കായിരുന്നു വിഷമം. ആശേ, നീ ഇല്ലായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് കരയും. ആരും കാണാതിരിക്കാൻ വേണ്ടി ഞാൻ വീടിൻ്റെ പുറകിലത്തെ സ്റ്റെയർ കേസ് ഉണ്ടല്ലോ, അവിടെ പോയിരുന്ന് കരയും. ഒരിക്കൽ അച്ഛൻ വന്നിട്ട് എടുത്ത് ചോദിച്ച്, എന്തിനാടാ നീ കരയണെന്ന്? ഞാൻ പറഞ്ഞു, കണ്ണി പൊടി പോയതാണെന്ന്. ആശേ, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നിനക്ക് അറിയണ്ടേ? ആശേ, ഋഷിയേശുമാവൻ എങ്ങനെയുണ്ട്? സുഖം തന്നെ? ലല്ലു വെളിയന? ആശേ, ആരും ഉറങ്ങ. ആശേ, മോനെ, എന്താടാ എത്ര ആലോചിക്കാൻ? എന്ത്? ഞാനേ എന്റെ ഭാവിയെ കുറിച്ച് ആലോചിച്ചോണ്ടിരുന്നേട്ടാ. എടാ, എന്റെ ഭാവി ആകെ പ്രശ്നത്തിലാടാ. എന്തു പറ്റി? ചേട്ടന് ജോലി പോയോ അതോ സാമ്പത്തിക പ്രശ്നം വല്ലതും ഉണ്ടോ? ആശ വന്നടാ. ചേട്ടത്തി വന്നോ? എന്തോന്ന് ഭർത്താവാണ് ഏട്ടാ ചേട്ടായി. ചേട്ടത്തി തിരിച്ചു വന്നപ്പോ ചേട്ടന്റെ ഭാവി വന്നു. എന്തൊരു നീചനായ ഭർത്താവാണ് ചേട്ടൻ. എടാ പയ്യെ പറയടാ. ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞ? അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എടാ അങ്ങനെയല്ല, ഞാൻ പറയണ മുഴുവൻ നീ കേക്ക്. എനിക്കൊന്ന് കേക്കണ്ട. ചേട്ടത്തി വന്നിട്ടുണ്ടല്ലോ, ഞാൻ സംസാരിച്ചോ, ഇന്ത്യ ശരിയാക്കി തരാം. എടാ അതല്ലടാ. എടാ അവള് വന്നിട്ട് ഒന്നും മിണ്ടാതെ റൂമിൽ കയറി കഥ അടച്ചു. അടയ്ക്കും. ചേട്ടന്റെ മുന്നിൽ എല്ലാ വാദങ്ങളും ഒന്നൊന്നായിട്ട് അടയ്ക്കും. അതല്ലേ കയ്യിലിരിപ്പ്. എടാ നീ ഒന്ന് അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ഒന്ന് സോൾവ് ചെയ്താ. എന്ത് സോൾവ് എന്ത് സോൾവ് ചെയ്തരാനാ പറയുന്നത്? ചേട്ടത്തി ചേട്ടന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞിട്ട് ചേട്ടൻ കേട്ടില്ല. പിന്നെ ചേട്ടനെ പറ്റി എന്ത് നല്ലത് പറഞ്ഞിട്ട് ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യേണ്ടത്? എടാ ജോലിയുടെ കാര്യമല്ലേ, എനിക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ആ ജോലിയുടെ കാര്യം പറഞ്ഞ് ചെയ്തല്ലോ. ഭയങ്കര മേലുദ്യോഗസ്ഥർക്ക് വേണ്ടി ചെയ്ത്. എന്നിട്ട് കടിയുടെ കടിയും കൊണ്ടുവന്നപ്പോ ആരും കണ്ടില്ല, മേലുദ്യോഗസ്ഥരെ ആരെയും കണ്ടില്ല. ഇവിടെ ഉള്ളവരല്ലേ ഉള്ളായിരുന്നു. നിനക്ക് പയ്യെ പറയാൻ പറ്റുമോ? എനിക്ക് കുറച്ച് ഉറക്കെ പറയാൻ പറ്റും. പയ്യെ പറയടാ. അപ്പൊ എന്തെന്നറിയോ, എല്ലാ തെറ്റും എന്റേത് തന്നെ. അത് സമ്മതിക്കണം, സമ്മതിച്ചേ പറ്റൂ. അത് സമ്മതിക്കണം. നീ ഒന്ന് പറഞ്ഞ് സോൾവ് ആക്കി തരാൻ പറ്റുമോ? നിനക്ക് സോൾവ് ആക്കി എനിക്ക് സമയമില്ല ഇത്. ഞാൻ നോക്കട്ടെ, ചേട്ടത്തി സംസാരിച്ച് നോക്കട്ടെ. എന്നിട്ട് എന്താ ചേട്ടത്തിന്റെ മനസ്സിലിപ്പൊന്നും അറിയട്ടെ, എന്നിട്ട് സോൾവ് ചെയ്യാം. അത് മതിയാണ്. അല്ല ഈ സോൾവ് ചെയ്യുന്നതിന് എന്തോ തരും. സോൾവ് ചെയ്യുന്നതിന് എന്തോ
തരൂ അറിഞ്ഞാലും നിനക്ക് പുണ്യം കിട്ടും. പുണ്യം 10 മുടക്കി പോക്കറ്റ് വെക്ക്. പുണ്യം എനിക്ക് വേണ്ട. ദേ, ഇത്. പൈസ എന്തെങ്കിലും വേണം. ഞാൻ എന്താന്ന് വെച്ചാ ചെയ്യാം. ആ എന്തെന്ന് വെച്ചാൽ ചെയ്യണം അത് സംസാരിക്കാം.